ചങ്ങായിമാരെ ഞാനിവിടെ പറയാൻ പോകുന്നത് കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടാത്ത ചാണക സംഖ്യകളെ കുറിച്ചാണ്. ഒരു കൊച്ചു കുട്ടി ഉണ്ടല്ല, കുറച്ച് ദിവസം മുന്നേ കോമഡി ആയിട്ട് ഒരു വീഡിയോ ചെയ്തിന്. നമ്മുടെ 2020 സ്ഥാനാർത്ഥികളെ BJPന്റെ അഖിൽമാരൊക്കെ കളിയാക്കിക്കൊണ്ട് ഒരു കോമഡി വീഡിയോ ചെയ്തിരുന്നു. ആ കോമഡി വീഡിയോ കണ്ടിട്ട് ഒരു ചാണക സംഖ്യ, ഒരു വൃത്തികെട്ട സംഖ്യ ഉണ്ടല്ല, ആ കൊച്ചു കുട്ടിയെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ആ വൃത്തികെട്ട വീഡിയോ ചെയ്തവന്റെ പേരെന്താണെന്നറിയാം? അവനെ തന്നെ വിളിക്കുന്നത് ഭാരതി എന്നാണ്. അതായത് ഷൂ നക്കുകയും മാപ്പ് പറഞ്ഞു നടന്നവനൊക്കെ ആരാധിക്കുന്ന ഈ വേട്ടാവളിയൻ അവന് തന്നെ ഇട്ട പേരാണ് ഭാരതി എന്ന്. അവനുണ്ടല്ല ഒരു കൊച്ചുകുട്ടിയെ വൃത്തികേട് പറഞ്ഞിരിക്കുകയാണ്. ആ വീഡിയോ ചെയ്ത കുട്ടിയുടെ പേര് വൃദ്ധി എന്നാണ്. ആ കുട്ടി ചെയ്ത ആ വീഡിയോ ഉണ്ടല്ല, രാഷ്ട്രീയം നോക്കാതെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. അത്രയും വൈറലായ ഒരു വീഡിയോ ആണത്. ആ വീഡിയോ വൈറലായപ്പോഴാണ് ഇവൻ അപ്പോഴത്തെ കുറെ ചാണക സംഖ്യക്ക് അങ്ങ് കുരുപൊട്ടിയത്. എന്നിട്ട് വൃത്തികെട്ട രീതിയിൽ എന്തൊക്കെ വൃത്തികളാണ് ആ കുട്ടിയെ പറ്റി അവരൊക്കെ എഴുതി പിടിപ്പിച്ചതെന്ന് അറിയാം. ആദ്യം തന്നെ നമുക്കുണ്ടല്ല ആ കുട്ടി ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ കോമഡി വീഡിയോ കാണാം. അതിനുശേഷം ആ കുരുപൊട്ടി ഉണ്ടല്ല, ഭാരതി എന്ന പേരുള്ള ആ കുരുപൊട്ടി ഈ കുട്ടിക്കെതിരിട്ട വൃത്തികെട്ട വീഡിയോയും കാണാം. നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ. അവിടെ നിക്കടാ, ഞാനും വരച്ചടാ. ഈ വീഡിയോ കണ്ടാൽ ആർക്കെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്ത് പരമായിട്ടോ ഈ കുട്ടി എന്തെങ്കിലും പറയാൻ തോന്നോ? അത്രയും രസമായിട്ടല്ലേ കുട്ടിയെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ വീഡിയോ കയറി അങ്ങ് കൊളുത്തി അങ്ങ് വൈറലായി. അതോടുകൂടി ചാണക സംഖ്യക്ക് കുരുപൊട്ടല്. നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോയിൽ ഈ കുട്ടിയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ഒന്നും പറഞ്ഞ് കളിയാക്കുന്നില്ല. അത് 2020 സ്ഥാനാർത്ഥികൾ കാണിച്ച കോപ്രായങ്ങളിലെ അത് മാത്രമാ കളിയാക്കിയിട്ടുള്ളൂ. ഇത് കണ്ടിട്ട് കുരുപൊട്ടിട്ട് ആ ചാണക സംഖ്യ ഇടില്ല, ഭാരതി എന്ന് പേരിട്ടടക്കുന്ന ആ ചാണക സംഖ്യ ഒരു വീഡിയോ ചെയ്ത് വൃത്തികെട്ട വീഡിയോ. ഏതാണ് നമുക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം അവന് കൊടുക്കാനുള്ളത് നല്ല വൃത്തിക്ക് കൊടുക്കാം. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോയുടെ സൃഷ്ടി മോളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബുദ്ധിയിൽ നിന്നായിരിക്കും. മോളുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. സംഭവം ഒരു ക്രിയേറ്റിവിറ്റിയാണ് മോൾ ഉദ്ദേശിച്ചതെങ്കിൽ കുഴപ്പമില്ല. അതിൽ അച്ഛന്റെയോ അമ്മയുടെയോ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവിടെയാണ് കുഴപ്പം. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ആരെ വേണമെങ്കിലും വിമർശിക്കാം. കേരളത്തിലാകുമ്പോൾ മോളിപ്പോൾ പരിഹസിച്ച പ്രസ്ഥാനത്തിനെയും അതിന്റെ സ്ഥാനാർത്ഥികളെയും മോൾക്ക് പരിഹസിക്കാം. അങ്ങനെ പരിഹസിക്കുമ്പോൾ മോൾക്ക് ഇവിടുത്തെ കമ്മി കൊങ്ങി ജിഹാദികളുടെ ഫോളോവേഴ്സ് കിട്ടും, വ്യൂസ് കിട്ടും, നല്ല കമന്റ്സ് കിട്ടും. മോളെ അവർ ചെന്താരകമാക്കി മാറ്റും. മറിച്ച് എന്തെങ്കിലും ഒരു ദിവസം മോൾ ഇതേ തമാശ നാട്ടിലെ ഇടത് വലത് ജിഹാദികൾക്കെതിരെ ചെയ്താൽ അന്ന് മോൾ തിരിച്ചറിയും യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന്. BJPയെയും BJPയുടെ സ്ഥാനാർത്ഥിയെയും മോൾക്ക് പരിഹസിക്കാം. മോളുടെ വീടിന് മുന്നിൽ മാഷാ അല്ലാ പതിപ്പിച്ച ഇന്നോവ കാറോ അല്ലെങ്കിൽ മോളുടെ കമന്റ് ബോക്സിൽ ഭീഷണിയോ ഒന്നും ഉണ്ടാവൂല. കാരണം ഇങ്ങനെ മുട്ടയിൽ നിന്ന് വിരിയാത്തതും വിരിഞ്ഞതുമായ ഒരുപാട് പേരുടെ തമാശയും പരിഹാസവും എല്ലാം കേട്ടാണ് ഇന്ന് ഈ പാർട്ടി രാജ്യം ഭരിക്കുന്നത്. അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു തവണ ഈ നാട്ടിലെ ഇടത് വലത് ജിഹാദികൾക്കെതിരെ ഒരൊറ്റ വീഡിയോ മോൾ ചെയ്യാമോ? ഇതാണോ നീ പറഞ്ഞ വൃത്തികെട്ട രീതി ചെയ്ത വീഡിയോ? ഇതിലെവിടാണ് വൃത്തികേട് പറഞ്ഞത്? പുള്ളി പറഞ്ഞത് കാര്യമല്ലേ? സംശയം ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ കണക്കൊരു വീഡിയോ ചെയ്ത് നോക്കിയേ, അപ്പം കാണാം. ഈ പറഞ്ഞ നീയും പോയി കൊച്ചു കുഞ്ഞോ വലുതാണോ എന്നൊന്നും നോക്കാതെ നീയും പോയി തെറി വിളിക്കും. സത്യമല്ലേ? കോണയും കൊണ്ട് വന്നേക്കണം.